ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. KEAM ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ ഒരൊറ്റ പ്ലാറ്റ്ഫോമാണ് ഈ ഒരു ചാനൽ. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചാൽ എത്രമാത്രം നിങ്ങളുടെ അഡ്മിഷൻ വരെ ഞങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഗൈഡൻസ് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ്സ് തന്നിട്ടുണ്ട് എന്ന്. അതാണ് ഈ വർഷവും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യാനും പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ മുഴുവനായിട്ടും. അപ്ലൈ ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ മുഴുവനായിട്ടും കണ്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ കാര്യം, ഇതുവരെ ഏതെങ്കിലും ഒരു കാരണവശാൽ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട് എങ്കിൽ ഫെബ്രുവരി 6 വരെ, അതായത് ഇതിന്റെ ആപ്ലിക്കേഷൻ ടൈം ഒരാഴ്ച കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഫെബ്രുവരി 6 വൈകുന്നേരം 5 മണി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതേ സൈറ്റുകളിൽ പോയി കീം ലോഗിൻ ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഈ പറയുന്ന ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒഫീഷ്യലായിട്ട് കീമിന് രജിസ്റ്റർ ചെയ്യാം. ഒരുപാട് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ രക്ഷകർത്താക്കളും ഒക്കെ കീമുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുമായി ബന്ധപ്പെട്ട് വിളിക്കുന്നുണ്ട്, മെസ്സേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1-to-1 സെഷൻസ് അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാം. രണ്ടാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, കീം അപ്ലൈ ചെയ്തവരോ ചെയ്യാത്തവരോ ആര് തന്നെ ആയിക്കോട്ടെ, ഈ വീഡിയോ കാണുന്ന കീമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയി ലോഗിൻ ചെയ്യുക. കാൻഡിഡേറ്റ് പോർട്ടലിൽ പോയി ലോഗിൻ ചെയ്തിട്ട് എന്താണ് അവിടുത്തെ സ്റ്റാറ്റസ് എന്ന് നോക്കുക. അപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലരുടെ ഇത് അണ്ടർ സ്ക്രൂട്ടിനി, അതായത് സൂക്ഷ്മ പരിശോധനയാണെന്ന് കാണിക്കുന്നുണ്ട്. ചിലരുടെ ഓൾറെഡി അപ്രൂവ്ഡ് ആ രീതിയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ ചിലരുടെ ഡോക്യുമെന്റ്സ് ഈ പറഞ്ഞ പോലെ ഫെബ്രുവരി 7 വരെ, ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ഫെബ്രുവരി 7 വരെ ചില ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ടൈം ഉണ്ട്. അപ്പോൾ അതിൽ എന്തെങ്കിലും നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് എങ്കിൽ, അതായത് സിഗ്നേച്ചറോ ഫോട്ടോയോ ഈ പറയുന്ന വാലിഡിറ്റി ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്സ് അറിയാതെ അപ്ലോഡ് ചെയ്ത് പോയതോ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉള്ള സർട്ടിഫിക്കറ്റ്സ്, അല്ലെങ്കിൽ അപ്ലോഡിൽ അങ്ങനെ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നതോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ, അതായത് അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഉണ്ടോ നിങ്ങളുടെ ലോഗിൻ ചെയ്യുമ്പോൾ, ഈ അപ്ഡേറ്റ് പ്രൊഫൈൽ ഡീറ്റെയിൽസ്, പ്രിന്റ് അക്നോളജ്മെന്റ്, എഡിറ്റ് പ്രൊഫൈൽ എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ടാകും. അതൊക്കെ നിങ്ങളിൽ ഉണ്ടോ, എന്താണ് കറണ്ട് സ്റ്റാറ്റസ് എന്നുകൂടി ചെക്ക് ചെയ്ത് ജസ്റ്റ് കമന്റ് ചെയ്യാൻ മടിക്കരുത്. സോ എന്തായാലും ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായിട്ട് കാണാം. ആപ്ലിക്കേഷൻ പ്രൊസീജിയർ മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ. ഇനിയാണ് യഥാർത്ഥ കഥ ആരംഭിക്കുന്നത്. സോ ഗൈസ്, നിങ്ങളുടെ സ്റ്റഡി പ്ലാൻസുമായിട്ട് വരുന്ന വീഡിയോകളിൽ PBIQ ഡിസ്കഷൻസ് ഉൾപ്പെടെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും സ്റ്റേ ട്യൂൺഡ്.